എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് കുഞ്ഞൻ ഷെയർസാണ്, അതായത് 10 രൂപയിൽ കുറവ് വിലയുള്ള രണ്ട് ഷെയർസിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കതിൻ്റെ ടെക്നിക്കലും ഫണ്ടമെൻ്റൽ വശങ്ങളും പരിശോധിക്കാം. അതുകൂടാതെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കരുത്. കാരണം ഈ രണ്ട് കുഞ്ഞൻ ഷെയർസിലും കുറേ റിസ്ക് ഫാക്ടർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഷെയർ നമ്മൾ നോക്കുമ്പോൾ ഇതാണ്, ഇൻറ്റഗ്ര എസൻഷ്യ എന്ന് പറയുന്ന ഷെയറാണ്. 7 രൂപ 25 പൈസയാണ് ഇപ്പോഴത്തെ റേറ്റ്. അത് സ്റ്റോക്ക് പി വളരെ ഉയർന്ന സ്റ്റോക്ക് പി ഉള്ളത് 52.7. നല്ല ROC ഉണ്ട് 13.9% ROCയും ROE വെരി ഗുഡ് ROEയുടെ 28.6% ROEയുടെ ഉള്ളത്. ഒരു കടമില്ലാത്ത ഒരു കമ്പനി, ഓൾമോസ്റ്റ് റെഡ്യൂസ് ഡെറ്റ് ഫ്രീ കമ്പനിയുടെ കടം ഒട്ടുമില്ല ഈ കമ്പനിയിൽ. അതുകൂടാതെ ലാസ്റ്റ് ക്വാർട്ടറിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ നോക്കുമ്പോൾ സെപ്റ്റംബർ 23 ആണ് ലാസ്റ്റ് ക്വാർട്ടർ. അപ്പോൾ സെപ്റ്റംബർ 22 ക്വാർട്ടറിലെ അപേക്ഷിച്ച് സെയിൽസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൂടാണ്ട് അതിൻ്റെ തൊട്ട് മുന്നത്തെ ക്വാർട്ടർ, അതായത് ജൂൺ ക്വാർട്ടറിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രോഫിറ്റിൽ ഒരു പെട്ടെന്നുള്ളൊരു ജമ്പിങ് ഉണ്ടായിട്ടുണ്ട്. 7.54 പ്രോഫിറ്റ് ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ. പക്ഷേ സെപ്റ്റംബർ 22 വെറും 2.5 പ്രോഫിറ്റ്. അതുകൂടാതെ തൊട്ട് മുന്നത്തെ ക്വാർട്ടറിൽ 1.11 ഉള്ളത്. അപ്പോൾ പ്രോഫിറ്റിൽ ഒരു കുതിച്ചുമാട്ടം ലാസ്റ്റ് ക്വാർട്ടറിൽ നടന്നിട്ടുണ്ട്. അത് ഷെയറിൻ്റെയിലും ഷെയർ വാല്യൂവിലും പ്രതിഫലിച്ചിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലെ ഷെയർ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവ് ഷെയർ ഉള്ളൂ, അതായത് 20% അടുത്ത് ഉള്ളൂ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഷെയർ. നമ്മൾ ഇൻറ്റഗ്ര എസൻഷ്യലെ ചാർട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതായത് നല്ല രീതിയിൽ ഒരു കുറച്ച് നാൾ കൊണ്ട് വളരെ ഉയർന്ന നിലയിൽ കയറി നിൽക്കുന്ന ഒരു ഷെയറാണ്. അപ്പോൾ ഇത് ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് പി ഇ വളരെ ഉയർന്നു നിൽക്കും. നമുക്കിപ്പോൾ ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ട്രേഡിങ്ങോ ഒരു സാധ്യമല്ല. പക്ഷേ ഈ ഷെയർ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മളെ ഈ പ്രീവിയസ് ക്വാർട്ടറിൽ നല്ലൊരു പ്രോഫിറ്റിൽ ജമ്പിങ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുന്നത് അത് നല്ലതാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഇത് കണ്ടോ, ഇത്രയും കയറിയതുകൊണ്ട് ഇതിൽ പോയി തലവയ്ക്കുന്നത് അത്ര അഭികാമ്യമല്ല. ഇത് ഇൻട്രാഡേ ചാർട്ടാണ്. നമുക്കിതിൻ്റെ ചാർട്ട് വ്യൂ ഒരു വീക്കിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. ഇതൊരു വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ വളരെ ഏകദേശം മാസങ്ങളോളം ഒരു കൺസോളിഡേഷൻ റേഞ്ചിലായിരുന്നു ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ റേഞ്ചാണ് വിത്ത് ഈ കയറിയ സമയത്ത് ഇത്രയും മൂല്യം ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫണ്ടമെൻ്റലി നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ടല്ല ഒരു പ്രോഫിറ്റ് ജമ്പ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും മൂല്യം വന്നിരിക്കാൻ സാധ്യത. അപ്പോൾ ഇത്രയും കയറിയ സ്ഥിതിക്ക് നമ്മൾ ഇതിൽ പോയിട്ട് ഇതാക്കണം. നമുക്ക് ഇനിയും ഒരു കൺസോളിഡേഷൻ റേഞ്ച് വരും, അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് ഇതിൽ വരും. ആ സമയത്ത് മാത്രം ഇത് എൻട്രി പരിഗണിക്കാം. അല്ലാത്തടത്തോളം കാലം ഇത് വിട്ടുകളയാം, കയറിക്കൊണ്ടിരിക്കുക. കാരണം ഈ ഒരു ഷെയർ മാത്രമല്ലല്ലോ NSൽ അല്ലെങ്കിൽ BSലുള്ളത്, ഇഷ്ടംപോലെ ഷെയർസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അത് വെയിറ്റ് ചെയ്യാം. ഒന്നാമത് നമ്മളുടേതായ ഫേവറേറ്റ് റേറ്റിലേക്ക് വരുമ്പോൾ മാത്രം മേടിക്കുക, അല്ലെങ്കിൽ വിട്ടുകളയാം. അപ്പോൾ കോട്ടയത് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു 5 രൂപ റേഞ്ചിലോ അല്ലെങ്കിൽ ഒരു 4.50 റേഞ്ചിലോ വന്നാൽ, നമുക്കൊരു റീടെസ്റ്റിൽ വന്നാൽ നമുക്കിതൊരു മേടിക്കുന്നതൊരു അഭികാമ്യമായിട്ട് പരിഗണിക്കാം. അല്ലെങ്കിൽ ഈ റേഞ്ചിലൊരു കുറച്ച് ഇത് വീക്കിലി ക്യാൻഡിലാണ്, ഒരു 2 മാസമുള്ളൊരു കൺസോളിഡേഷൻ നിന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രം നമുക്കിത് വിടാം. പക്ഷേ ഇത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടുകൊണ്ടിരിക്കണം. ഇതാണ് മന്ത്ലി ക്യാൻഡിൽ. മന്ത്ലി ഒരു കൺസോളിഡേഷൻ റേഞ്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്താണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് കയറിപ്പോകും, അല്ലെങ്കിൽ ഒരു റീടെസ്റ്റിൽ വരും മിക്കവാറും, അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ. ഈ 3 ആണ് സാധ്യത ഇത്. അപ്പോൾ കയറി പോകുന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയാം, നമുക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കോട്ടവൻ അനുപെട്ട. പക്ഷേ ബാക്കി 2 കണ്ടീഷൻ വന്നാൽ, അതായത് കൺസോളിഡേഷൻ വന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് വീണ്ടും ലഭിക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രിയും, അല്ലെങ്കിൽ ഒരു റീടെസ്റ്റിൽ വരികയാണ് ഒരു 5 രൂപ റേഞ്ചിലേക്കൊക്കെ റീടെസ്റ്റിലേക്ക് ഇത് വന്നാൽ നമുക്കൊരു
ഒരു ചെറിയ ക്വാണ്ടിറ്റി ഇതിൽ ബൈ എൻട്രി ഇവിടെയൊക്കെ വരികയാണെങ്കിൽ റീടെസ്റ്റിലേക്ക് വരാം. പക്ഷേ മന്ത്ലി വ്യൂ നോക്കുമ്പോൾ ശക്തമായ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ റേഞ്ചിൽ എടുക്കണം. അതായത് ഒരു ₹2.80 നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ഇടേണ്ടതായിട്ട് വരും ഇതിൽ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഇതാണ് എസൻഷ്യ ഇൻ്റഗ്ര എസൻഷ്യനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഷെയറിലേക്ക് പോകാം. നമ്മളെ അടുത്ത ഷെയറാണ് സീകോസ്റ്റ് ഷിപ്പിംഗ് സർവീസ് ലിമിറ്റഡ്. ₹5.82 ലാസ്റ്റ് ക്ലോസ് റേറ്റ്. മാർക്കറ്റ് ക്യാപ്പ് 314 കോടി ഉള്ളൂ. PE 15.6. നല്ല ROC ഉണ്ട് 38.4. ROEയും നല്ല ROE ഉണ്ട് 36.1% ഉണ്ട്. ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ നോക്കുമ്പോൾ ആ ക്വാർട്ടറിൽ നല്ല സെയിൽ, ഇത്രയും നാൾ ഉണ്ടായ ആ ക്വാർട്ടറിനേക്കാൾ കൂടുതൽ സെയിലാണ് ലാസ്റ്റ് ക്വാർട്ടറിൽ സംഭവിച്ചത്. അതായത് 121 കോടിയാണ് അത്രയും സെയിൽ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. എല്ലാ ക്വാർട്ടർ ടു ക്വാർട്ടറും അല്ലെങ്കിൽ ലാസ്റ്റ് പ്രീവിയസ് ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പ്രോഫിറ്റിലും നല്ലൊരു കുതിച്ചുചാട്ടവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഷെയർ വിലയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ വളരെ തുച്ഛ ഷെയർസ് ഉള്ളൂ, ഒട്ടും ഇല്ല എന്ന് പറയാം ലാസ്റ്റ് ക്വാർട്ടറിൽ എടുത്തു പോകുമ്പോൾ. അത് ഇവിടെ ഒരു ഡ്രോബാക്കാണ്. നമുക്കിതിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പോവാം. നമ്മൾ ഇൻട്രാഡേ ചാർട്ട്, സീകോസ്റ്റിൻ്റെ ഇൻട്രാഡേ ചാർട്ട് നോക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ കയറിയിട്ടുള്ള ഷെയർ, ഏകദേശം ഇരട്ടിയിൽ കൂടുതൽ ഷെയർ ഇട്ടുണ്ട്. അതായത് ₹3.30 നിന്നാണ് ഇത്രയും കയറിയത്. ഇപ്പോഴത്തെ റേറ്റ് ₹5.82. അപ്പോൾ ഇത്രയും കയറി നിൽക്കുകയാണിത്. അപ്പോൾ ഇതും നമുക്കൊരു വെയിറ്റ് ചെയ്യുക എന്നതാണ് ഇതിലും അഭികാമ്യം. നമുക്കിനി ഇതിൻ്റെ വീക്കിലി വ്യൂയിലേക്ക് ഒന്ന് പോവാം. വീക്കിലി ചാർട്ട് നമ്മൾ നോക്കിയാലും അറിയാം, ഒരു ലോവിൽ തന്നെയായിരുന്നു ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ റേഞ്ചിൽ, അതായത് ₹1.97, ₹2 ഏകദേശം ₹5 ഇടയിൽ വളരെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷെയറാണ്. ഈ റേഞ്ചിനുള്ളിൽ വളരെ ഒരു ബേസ് ബിൽഡിംഗ് പണിതിട്ടാണ് ഇത് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഏരിയ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എടുത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഇതിപ്പോൾ വന്ന് നിൽക്കുന്നു ഇവിടെ. അപ്പോൾ ഇൻട്രാഡേ നോക്കുമ്പോൾ ഇത്രയും കയറി, ഇരട്ടിയിൽ കൂടുതൽ കയറി. അപ്പോൾ ഇതും നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അഭികാമ്യം. ഒന്നില്ലേ നമ്മൾ റീടെസ്റ്റിൽ വരും, അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ വരും. അതല്ല നമ്മൾ ഈ കൺസോളിഡേഷൻ റീടെസ്റ്റിന് വരാതെ ഇങ്ങനെ കയറി പോവുകയാണെങ്കിൽ അതിപ്പോൾ കോട്ടെ, നമുക്ക് വിട്ടുകളയാം. നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ BSEൽ ഏകദേശം 6000 കൂടുതൽ ഷെയർസും NSEൽ 2000. അപ്പോൾ 1-2 ഷെയർ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കോട്ടെ, വീണ്ടും ചാടി പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അടുത്ത ഷെയറിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതും നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഇപ്പോഴും അഭികാമ്യം. പക്ഷേ ഇത് കയറി പോകണമെങ്കിൽ വിട്ട് കളയുക, അതല്ലെങ്കിൽ ഈ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ട് ഇത് വെയിറ്റ് ചെയ്യുക. നമുക്കിതിൻ്റെ മന്ത്ലി വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. മന്ത്ലി വ്യൂ നോക്കുമ്പോൾ ഷെയർ ഇപ്പോൾ പിരമിഡ് മോഡലാണ് ഇപ്പോൾ ട്രേഡ്. പിരമിഡ് മോഡൽസ് നമുക്കറിയാലോ, പിരമിഡ് ഇങ്ങനെയുള്ള പിരമിഡ്, അതായത് ഇവിടെ നിന്ന് ഷെയർ കയറിപ്പോയി പിന്നെ ആ ലെവലിൽ തന്നെ എത്തുന്നത് പിരമിഡ് മോഡൽ എന്ന് പറയും. അപ്പോൾ ഇത് ഇത്രയും പോയി വീണ്ടും കയറി പിന്നെ ഒരു ബേസ് ബിൽഡിംഗ് പണിതിട്ട് വീണ്ടും കയറി നിൽക്കുന്നു. അപ്പോൾ വീണ്ടും ഏകദേശം ഈ റേഞ്ചിൽ നമുക്ക് ഈ ബ്രേക്ക് ഔട്ട് ചെയ്ത ആ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്കിത് നമുക്കൊരു അഭികാമ്യമായ ഒരു റേറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇത് വിട്ട് കളയുക. ഇവിടെ നിന്ന് നേരെ വീണ്ടും ഇങ്ങനെ കയറി പോകണമെങ്കിൽ അതിപ്പോൾ കോട്ടെ, ഇതുപോലെ കയറി പോകണമെങ്കിൽ അതിപ്പോൾ കോട്ടെ, നമുക്ക് അതിൽ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളുടേതായ ഫേവറേറ്റ് ഷെയർസ് ഇഷ്ടംപോലെ വരുമല്ലോ. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്കൊരു ബേസ് എവിടെ കിട്ടുമെന്ന് അറിയില്ല, അതായത് സ്റ്റോപ്പ് ലോസ്. നമുക്കിപ്പോൾ അഥവാ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയി നമ്മൾ ഏതെങ്കിലും റേറ്റിന് പോയി പെട്ടെന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വിറ്റ് മാറുന്ന റേറ്റ് ഉണ്ടാവുമല്ലോ, ഒരു ബേസ് ബിൽഡിംഗ്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒരു ബേസ് ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറാം. കാരണം ആ റേഞ്ച്, ആ സ്ട്രക്ചർ മാർക്കറ്റിൻ്റെ മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ കയറിപ്പോകുന്ന ഷെയർസ് നമ്മൾ എവിടെയിട്ട് സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ കയറിപ്പോകും, നമ്മൾ എവിടെയിട്ട് സ്റ്റോപ്പ് ലോസ് കിട്ടും അതിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്താൽ. അപ്പോൾ അങ്ങനത്തെ ഷെയർസ് ഉണ്ടാവും, അത് നമ്മൾ വിട്ടുകളയാം അങ്ങനത്തെ ഷെയർസ്. അപ്പോൾ ഇത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇടാം. കയറി പോകണമെങ്കിൽ വാച്ച് ലിസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. ഇവിടെ ഒരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ ഒരു റീടെസ്റ്റോ വരുമ്പോൾ നമുക്കൊരു ബൈ എൻട്രി എടുത്തിട്ട്
ബൈ എൻട്രി എടുക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ ഇവിടെയാണ് നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് വരാം. അതായത് ഏകദേശം 2.65-നും ഒരു 2.50-നും ഇടയിലാണ് ഇതിൻ്റെ സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. ഈ റേഞ്ചാണ് സപ്പോർട്ട് പോയിന്റ്. അതായത് 2.65-ഉം 2.50-ഉം അതാണ് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയാനുള്ള റേഞ്ച്. അപ്പോൾ നമ്മൾ ഇത് ഒരു മേടിക്കുകയാണെങ്കിൽ ഈ റേഞ്ച് ആയിരിക്കണം നമ്മളെ SL വെക്കേണ്ട റേഞ്ച്. അപ്പോൾ ഇത്രയും കയറി വന്നുകൊണ്ട് നമുക്കൊരു വലിയൊരു റേഞ്ചാണ് SL വെക്കേണ്ട റേഞ്ച്. അപ്പോൾ ഈ റേഞ്ച് നമ്മളെ ഈ റേഞ്ചിൽ ഏകദേശം 4.90 ആ റേഞ്ചിലൊക്കെ എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഒരു പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ സ്റ്റോപ്പ് ലോസ് റേഞ്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത്രയുമാണ് സീകോസ്റ്റ് ഷിപ്പ് സർവീസിനെയും കുറിച്ച് അല്ലെങ്കിൽ ഇൻറ്റഗ്ര എസൻഷ്യം എന്ന 2 ഷെയർസിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.